അടുത്തത് ഒരു പെർഫോമൻസ് സെഡാൻ അല്ലേ, BMW 530D ആണ്. ഓക്കെ, എം സ്പോർട്ട് അല്ലേ? ആരും ഒന്ന് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു എസ് ക്ലാസ്സിലേറെ പ്രിയം ഇതിനോട് സത്യം പറഞ്ഞാല്. BMW പൊതുവെ ഒരു ഡ്രൈവേഴ്സ് കാർ ആണല്ലോ അല്ലേ? 530 എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. ഓക്കെ, 3 ഹോണ്ട വണ്ടികൾ, അതിൽ 2 സിവിക്ക്, ഒരു എക്കോഡ് അല്ലേ? നമുക്ക് എക്കോഡിൽ തുടങ്ങാം ആദ്യം. എങ്ങനെയാ ഡീറ്റെയിൽ ഇത് 2012 ആണ്. 2012 സൺറൂഫ് വരുന്നുണ്ട്. ആകെ 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ സർവീസ് റെക്കോർഡ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ്. ഓക്കെ. പനോരമിക് റൂഫ് വരും. NOC എടുത്തിട്ടില്ല. എവിടെ എടുത്തിട്ടില്ല? എസ് ക്ലാസ് ആണ്. S350 അല്ലേ? S350 ഇപ്പൊ മാറിയല്ലോ, രാജാവ് എന്നുള്ള കാറ്റഗറിയിൽ ഇത് മാറി വേറെ വന്നല്ലോ. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2015 ആണ്. ഇപ്പൊ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണ RTO രജിസ്ട്രേഷൻ ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനത്തെ മൊത്തത്തിലുള്ള. പക്ഷേ ബോഡിയിൽ കാണുമ്പോൾ വലിയൊരു വ്യത്യാസം തോന്നും. ഔട്ട്ലുക്ക് സെയിം തന്നെയാണ് രണ്ടിനും അല്ലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫിക്സ്ഡ് റേറ്റ് ആണ്. ഒരു ഓഫർ നമുക്ക് കൊടുക്കാം 690. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല ലക്ഷറി കാസ് വേണമെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഡൽഹിയിലോട്ട് ഓടാറുണ്ട് അല്ലേ? ഡൽഹിയിലോട്ട് ഓടിയിട്ട് എനിക്ക് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഡൽഹിയിലെ മാർക്കറ്റ് മൊത്തം മാറാൻ പോവാം. അവിടെ ഇപ്പോൾ NOC കൊടുത്തു തുടങ്ങി. അത് NOC അല്ല, റിന്യൂവൽ കൊടുത്തു തുടങ്ങി വാഹനങ്ങൾക്ക്. പണ്ടെന്ന് വെച്ചാൽ 10 വർഷം പഴക്കം ചെന്നാൽ പിന്നെ അവിടെ വാഹനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ വാഹനങ്ങളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോർമൽ 15 വർഷമാണ്. അവിടെ 10 വർഷം കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് എടുത്തിട്ട് വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അറിയുന്ന കുറേ ഡീലേഴ്സ്, ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഡീലേഴ്സ് ബുക്കിംഗ് ആക്കി വെച്ച വണ്ടി തിരിച്ച് അവർ ഓണേഴ്സ് എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്റ്റോക്ക് ഇതാ ഡൽഹി വണ്ടികളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. വന്നിരിക്കുന്നത് റാസി കാസിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അജ്മൽ ഭായിനെ. അജ്മൽ ഭായ് സ്വാഗതം. സുഖമല്ലേ? കുറേ ആളെ കണ്ടിട്ടില്ല. അതെ. ഓക്കെ, അജ്മൽ ഭായ് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ആകാൻ പോകുന്ന പറഞ്ഞിട്ട് ഷോറൂം ഒക്കെ മൊത്തത്തിൽ ഷിഫ്റ്റ് അല്ല, വർക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെയെന്ന് പറയുന്നില്ല. നമ്മള് എന്റെ ഫൈനൽ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ. ഇവിടെ നിലനിർത്തും. നമ്മൾ ഇവിടെ ഉണ്ട്, അവിടെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അവിടുന്ന് കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് അവിടെ നിന്ന് വരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യം ഇതെന്താ ശരിക്കും അവിടെ നടക്കുന്നത്? ഇതിന്റെ ശരിക്കും എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് തന്നെ 2-3 വണ്ടികൾ ഉണ്ട്. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യാതെ വെച്ചിട്ടുള്ളത്. ഡൽഹി DL രജിസ്ട്രേഷനിൽ മാത്രമുള്ള വണ്ടികൾക്ക് നിലവിൽ 10 വർഷം കഴിഞ്ഞാൽ NOC കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. ആദ്യം അതെ, അത് ഒരുപാട് മുന്നേ ഉണ്ട്. പക്ഷേ അതിന്റെ അടി ഇപ്പൊ സ്ട്രിക്റ്റ് ആക്കി. ഇപ്പൊ 8 മാസമായിട്ട് സ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡൽഹി ഗവൺമെന്റ് മാറി BJP ഗവൺമെന്റ് ഇപ്പോൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് സുപ്രീം കോടതിയിൽ ഇത് ഇത്ര, അതായത് ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ ബെൻസും BMW ഒന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല. വണ്ടിക്ക് ഒരു യാതൊരുവിധ കംപ്ലൈന്റുകളും ഇല്ല. പിന്നെ ഇത് സ്ക്രാപ്പ് ആക്കണം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് പേര് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഗവൺമെന്റും കൂടി ചേർന്നിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ അത് ക്ലിയർ ആയിട്ട് പിന്നെ ടെസ്റ്റ് എടുക്കണം. 10 വർഷം കഴിഞ്ഞ വണ്ടികൾ 1 വർഷം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴോ ടെസ്റ്റ് എടുത്തിട്ട് സ്മോക്ക് എല്ലാം ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ ഓടാ, അല്ലെങ്കിൽ അത് സ്ക്രാപ്പ് ആക്കുക, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിലേക്ക് വിടാം. ഇതാണ് ഇപ്പോൾ പുതിയ നിയമം. അങ്ങനെയാണുള്ളത്. അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ മാറാൻ പോവാം. നമുക്ക് ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണ്. മാത്രമല്ല ഇപ്പോൾ വണ്ടി കിട്ടുന്നില്ല. നമുക്ക് എടുത്ത വണ്ടി ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ മടക്കി ഏജന്റുമാരെ വിളിച്ച് നമ്മൾ ഡൺ ചെയ്തിട്ട് പിന്നെ അത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത്, ഒന്നും കിട്ടാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ എത്തിയ വണ്ടികളാണ്. ഓക്കെ, അന്ന് എടുത്തു പോയൊരു ഭാഗ്യം. ഇപ്പോൾ ഇതാ കുറച്ച് മുന്നേയുള്ള വണ്ടികളാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ട ഒരുപാട് വണ്ടികളുണ്ട്. ഏകദേശം 10-18 വണ്ടികളുണ്ട്. അടിപൊളിയായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ അറവങ്കരയാണ്. മലപ്പുറം, അതായത് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ അറവങ്കര. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓരോ വണ്ടിയുടെ സ്റ്റോക്കായിട്ട് കാണാം അല്ലേ? ഓക്കെ. ആദ്യം മെർസിഡസ് ബെൻസ് തുടങ്ങാം. സെഡാൻ കാറ്റഗറി E200 അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 ആണ്. E200 പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലാണ് ഗിയർ വരെ, പെഡൽ ഷിഫ്റ്റ് ഒക്കെ ന്യൂ ഷേപ്പ് സ്റ്റിയറിംഗ് ആണ്. 11 വരെ വേറെ സ്റ്റിയറിംഗ് ആണ്, 12 വേറെ സ്റ്റിയറിംഗ്. ഇങ്ങനെ ന്യൂ ഷേപ്പിൽ 3 സ്പോക്ക്. ഓക്കെ, പെഡൽ ഷിഫ്റ്റ്, ഹാൻഡ് ഗിയർ, അടിപൊളി വേണ്ട. അതുപോലെ അലൈവിലൊക്കെ വ്യത്യാസമുണ്ട്. ഫേസ് ലിഫ്റ്റ് മോഡൽ നമ്മൾ ഇതിന്റെ പഴയ മോഡലും കാണിക്കുന്നുണ്ട്. പഴയ മോഡലുണ്ടല്ലേ? ഓക്കെ, നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ടയർ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. 80% കട്ടുള്ള ടയർ ഉണ്ട്. ക്ലെയിമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പക്ഷേ ഒറിജിനൽ ആണ്. കമ്പനി തന്നെ മാറിയിട്ടുണ്ട് അല്ലേ? ഹിസ്റ്ററി ഒക്കെ പക്കണം. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഓട്ടോ 85,000. നമുക്ക് ഈ ലോഗോ കിട്ടുമോ? ഈ ഒരു ഇതിന്റെ ക്യാപ്പ് അങ്ങനെ നിൽക്കുന്നല്ല, നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ.
അപ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെട്രോൾ വണ്ടിയാണ് 2012 E200. ഇതിൻ്റെ ഏകദേശം ഒരു മൈലേജ് എത്ര കിട്ടും? ഇത് നമുക്കൊരു മാക്സിമം 10 to 12 പെട്രോൾ വണ്ടികൾ മൊത്തം 4 സിലിണ്ടർ വണ്ടിയാണ്, അത്ര കിട്ടുള്ളൂ. മാക്സിമം 10 to 12. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,60,000 NOC ഇല്ല? NOC. ഓക്കെ, 760. എവിടെയെങ്കിലും NOC എടുത്തോ? ഇപ്പോൾ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പെട്രോൾ UK രജിസ്ട്രേഷൻ ആവുന്ന ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, ഡൽഹിക്ക് മാത്രം പ്രശ്നം. അല്ല, ഡൽഹിയിലും പെട്രോളിന് 15 വർഷം വരെ ഓടാം. ശരിയാ, അത് വേറെ വിഷയം. ഇപ്പോൾ എവിടെയും പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ല. കൂടുതലും HR UK വണ്ടികൾ തന്നെയാണല്ലേ ഡൽഹിയിലാണ്. പക്ഷെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ ഒരുപാട് പേര് പുറത്ത് രജിസ്റ്റർ ചെയ്ത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അടുത്ത് വരെ. അപ്പൊ UK UP HR രജിസ്റ്റർ ചെയ്യും, പക്ഷെ ഓടുന്നത് ഡൽഹിയിൽ. കാരണം ഈ പേടിച്ചിട്ട് അതുകൊണ്ടായിരിക്കും ഇതാക്കിയല്ലേ ശരിക്കും ആദ്യം രജിസ്ട്രേഷൻ കുറഞ്ഞു ഡൽഹി നമ്പർ. ഓക്കെ, ഇതിപ്പോ 760 അല്ലേ പറഞ്ഞേ? 760. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം നമുക്കൊരു 1,00,000 ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു അട്ടാർ SUV സെഗ്മെന്റ് റേഞ്ച് റോവർ HSC, ഏറ്റവും ടോപ്പിന്റെ വോഗാണ് അല്ലേ? ഓക്കെ, ഇത് അഡീഷൻ ചെയ്ത അവര് ഊരി കൊടുക്കാൻ പറ്റുമോ? ഊരി വെക്കണത് അവരുടെ സ്റ്റൈലാണത്. പഞ്ചാബീസിനായി കിട്ടിയ മൊത്തത്തിൽ അടിച്ച് മാറ്റല്ലേ അവര്? ഇങ്ങനത്തെ സംഗതി. എന്തൊക്കെയാണ് ഡീറ്റെയിൽ? ഇത് 2010 ഇതിപ്പോ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ളൂ വാഹനം. ശരി, അത് ജസ്റ്റ് ക്ലീനിങ്ങും പോളിഷിങ്ങും ചില്ലറ ടച്ചപ്പുകളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് 2010 ഇപ്പൊ സെക്കൻഡ് ഓണറിലുള്ള വാഹനമാണ്. നമ്മൾ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. NOC കിട്ടിയ? NOC KL 84 നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുന്നുള്ളൂ. കൊണ്ടോട്ടിയാണ് രജിസ്ട്രേഷൻ. വേറെ കസ്റ്റമർ ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ വണ്ടി അവര് രജിസ്ട്രേഷൻ ചെയ്യാതെ NOC എടുക്കാതെ തരൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുത്ത വണ്ടിയാണ്. ഇത് ഡീസൽ വേരിയന്റ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, സൺറൂഫ് വരുന്നുണ്ട്, V8 ഡീസലാണ്. അപ്പൊ ഇപ്പൊ മാറുമ്പോൾ എന്തായാലും പേപ്പർ 5 വർഷത്തേക്കുള്ള എടുക്കേണ്ടി വരുമല്ലേ എന്തായാലും? അതെ, അത് കൊടുത്തിട്ട് 5 വർഷത്തെ പേപ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ടാക്സ് ഒക്കെ അടച്ചിട്ട്. ഓക്കെ, അല്ല, ഇന്ത്യയിലൊക്കെ കിടിലനാണ്, ഒന്നും ആയിട്ടില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, എല്ലാ ഓപ്ഷൻ വർക്കിംഗ് അല്ലേ? 4x4 ആണ്, എയർമാറ്റിക് സസ്പെൻഷൻ ആണ്, പൊക്ക താഴ്ത്തതൊക്കെ എല്ലാം വർക്കിംഗ് അല്ലേ? ഇപ്പോഴും നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവര്. മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണല്ലേ? ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലോ? അതെ. ഓക്കെ, ഇനിയിപ്പോ തേർഡ് ഓണിലേക്കാണ് വരാം. ക്ലെയിമും കാര്യമൊന്നുമില്ല? ഇല്ല. ഇതൊക്കെ ആഴ്ച മാറ്റി കൊടുക്കാലോ? അത് പിന്നെ ഗ്ലാസ് പോലും റീപ്ലേസ് ഉണ്ട്. ലാൻഡ് റോവർ ഒറിജിനൽ. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ 75,000 ഒക്കെ പക്കാണ്. ഒറിജിനൽ ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മള് പ്രൈസ് ആയിട്ടില്ല, ഏകദേശം നമുക്കൊരു 17 ലക്ഷം രൂപ റേഞ്ചിൽ വരും രജിസ്ട്രേഷൻ ചെയ്തിട്ട്. ഏകദേശം അല്ലേ? 17 ലക്ഷം രജിസ്ട്രേഷൻ. കസ്റ്റമർ ഒരു 1 വീക്ക് കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫൈനൽ പ്രൈസ് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇത് കറക്റ്റ് റേറ്റ് അല്ല, ഏകദേശം പറഞ്ഞാണ്. രജിസ്ട്രേഷൻ ശേഷമുള്ള വിലയാണ് ഏകദേശം പറഞ്ഞത്. വിത്ത് 5 വർഷത്തെ പേപ്പർ ആയിരിക്കും അല്ലേ? നമ്മള് റേറ്റ് പറയാതെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അത് ഏകദേശമാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്തോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അല്ലേ? ഓക്കെ, ഇതാ വീണ്ടും സെഡാൻ കാറ്റഗറി തന്നെ E-Class E220D അല്ലേ? ഡീസൽ വാഹനമാണ് ഇത്. എങ്ങനെയാ? ഇത് 2012 ആണ് വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. പിന്നെ ഇത് കസ്റ്റമർ നമ്മൾ ഇവിടുത്തെ ഉള്ള ഒരാളെ കയ്യിൽ നിന്ന് തന്നെ എടുത്തത്. നമ്മൾ കുറെ മുന്നേ സെയിൽ ചെയ്തൊരു വണ്ടിയായിരുന്നു. നിങ്ങൾ തന്നെ കൊടുത്തല്ലേ? ആള് പുറത്ത് പോയപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത വണ്ടി വെച്ചു. സ്റ്റിയറിംഗിന് ആൻഡ് ഗിയർ പെഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നത് AMGന്റെ വീലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് AMGന്റെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പെഡൽ ഷിഫ്റ്റ് ആണ്, ഡീസലാണ്, നല്ല മൈലേജ്. 220 250 തമ്മിലുള്ള വേരിയന്റ് വ്യത്യാസമുണ്ട്. 250 ഒരുപടി മൈലേജിൽ 220 ആണ്. 2012 മിഡിലായപ്പോഴാണ് 250 സ്റ്റോപ്പ് ചെയ്തിട്ട് 220ലേക്ക് മാറിയത്. ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപോലെ തന്നെയാണ്. മൈലേജ് ഇച്ചിരി കൂടുതലുണ്ട്. പിന്നെ ആൻഡ് ഗിയർ ആണ് വരിക ഡീസലാകുമ്പോൾ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭാഗം. ടയറും കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 94,000 കിലോമീറ്റർ. 2012 E220D ആണ്. സിംഗിൾ ഓണർഷിപ്പ് അവിടെ? അല്ല, ഇത് ഫോർത്ത് ഓണർ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് NOC ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റമർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഏതൊരു NOC നമ്മൾ 6,90 കൊടുക്കാം. നമുക്ക് മാറണമെങ്കിൽ ഏകദേശം 1,20. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ സ്റ്റാർട്ടിങ് വേണ്ട അതേ മോഡൽ തന്നെ. മോഡൽ എന്ന് വെച്ചാൽ E200 അല്ലേ? സെയിം പെട്രോൾ വണ്ടി തന്നെ, പക്ഷേ ഇത് ഒരു കൊല്ലം പുറകിലാണ്. 2011 മോഡൽ അല്ലേ? ഓക്കെ, എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? 2011 ആണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 83,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. പിന്നെ റീപ്ലേസ് ഗ്ലാസ് മാറിയിട്ടുണ്ട്, ക്രാക്ക് ആയിട്ട് നമ്മൾ ഇവിടുന്ന് മാറ്റിയതാണ്. ഓക്കെ, സൺറൂഫ് വരുന്നുണ്ട്, പെട്രോൾ ആണ് വണ്ടി. നല്ല ക്ലീൻ വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനം. നല്ല അത്യാവശ്യം ടയർ വലിയ കുഴപ്പമൊന്നുമില്ല.
ഓക്കെ 65 ടയറുണ്ട്. ഇതിലെന്താ മാറ്റം വരുന്നത് മറ്റേതായിട്ട് വരുമ്പോൾ? മറ്റേത് അലൈവീലിൽ മാറ്റമുണ്ട്. പിന്നെ ഇത് സ്റ്റിയറിംഗ് ഗിയർ അല്ല, താഴെയാണ് ട്രാൻസ്മിഷൻ വരും. പിന്നെ സ്റ്റിയറിംഗിൽ വ്യത്യാസമുണ്ട്, മീറ്റർ കൺസോൾ വ്യത്യാസമുണ്ട്, ഡാഷ് തന്നെ മൊത്തത്തിൽ ചെറിയ മാറ്റമുണ്ട്. അങ്ങനത്തെ മൊത്തത്തിലുള്ള പക്ഷേ ബോഡിയിൽ കാണുമ്പോൾ വലിയൊരു വ്യത്യാസം തോന്നും. ഔട്ട്ലുക്ക് സെയിം തന്നെയാണ് രണ്ടിനും അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫിക്സ്ഡ് റേറ്റ് ആണ്, ഒരു ഓഫർ നമുക്ക് കൊടുക്കാം. 690 കൊടുക്കാം. 690 2011 ഈ 200 പെട്രോൾ ബെൻസ് ആണ്. വലിയ മെയിൻ്റെനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓടിച്ചു പോയാൽ മതി. മാറണമെങ്കിൽ ഇത് മാറണേ നമുക്കൊരു 60,000 രൂപ മതി. 60,000 കണ്ടാൽ മതി. അടുത്ത വണ്ടിയിലേക്ക് സെയിം ഈ ക്ലാസ് തന്നെ ഈ 250 ആണ് അടുത്ത വാഹനം. ഇത് കേലായോ? 84. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2011 ആണ്. ഇപ്പൊ തേർഡ് ഓണറിലുള്ളത്. ഇപ്പൊ മാറിയപ്പോ. ഓക്കെ. പിന്നെ 95,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്, സൺറൂഫ് ഉണ്ട്, നല്ല ക്ലീൻ ആണ്, ടാക്സ് അടിച്ച് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ന്യൂ ഷേപ്പ് കയ്യിലുണ്ടോ ഈ 250യുടെ? അടുത്ത ഇതുണ്ട്, 2014 ഇറങ്ങിയ വാഹനമുണ്ട്. ഒരു വാഹനമുണ്ട് നമ്മുടെ കയ്യിൽ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇത് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഗ്ലാസ് മാറിയിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന ഇത് വണ്ടികൾക്കുള്ള ഒരു ഇതാണ്. പറയാം, കുറച്ചുകൂടി പഴക്കം ചെല്ലുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് ഈ റീപ്ലേസ്മെന്റ് വല്ലാതെ ഗ്ലാസ് ഒരു ഓൾമോസ്റ്റ് വരുന്നുണ്ട്. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ നമുക്ക് 790. 2011 വണ്ടിയാണ്, കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു പൈസ മുടക്കണ്ട. 7,90,000 രൂപയ്ക്ക് പഴയ ഷേപ്പ് ഈ 250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മളൊരു SUV സെഗ്മെന്റിലേക്ക് വന്നു. മെഴ്സിഡസ് ബെൻസ് GLE 250 അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? GLE 250 2016 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. നോ ഗ്ലാസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതെ, എത്തിയിട്ടുള്ളൂ. അതിന്റെ ഒരു ഫിനിഷിംഗ് വർക്കൊക്കെ ഉണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് വെച്ചതാണ്. ജസ്റ്റ് കാണിക്കാണല്ലേ, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്നില്ല. ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇത് ഓടിയിട്ടുള്ളത് 79,000 കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസ്. 16 മോഡലിൽ ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് സർവീസ് 2024 ഡിസംബറാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ സർവീസ് എടുത്തിട്ട് കമ്പിടിച്ച് വേന്ന് കമ്പനിയിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇത് നോർമൽ സസ്പെൻഷൻ അല്ലേ? അതിൽ 250 നോർമൽ, 350 എയർമാറ്റിക് സസ്പെൻഷൻ വരുന്നത്. ഇതിന്റെ ഇന്റീരിയർ മൊത്തം മാറിയിട്ടുണ്ട്. ഇത് ML 250 സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങിയ മോഡലാണ് GLE എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ഡാഷ് കൺസോൾ കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ സ്പോർട്സ് മോഡ്, ഇങ്ങനെ BMW വരുന്ന മോഡുകൾ, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പൊതുവേ ഒരു മെയിൻ്റെനൻസ് കുറവാണ്. ചോദിക്കുന്ന സാധനം GLE കിട്ടാനില്ല. SUV സെഗ്മെന്റിൽ ഇത് വളരെ കിട്ടാൻ വളരെ കുറവാണ്, ടൈറ്റ് ആണ്. എത്ര മൈലേജ് കിട്ടും ആവറേജ്? ഇത് നമുക്ക് ഒരു 14-15 വരെ കിട്ടും ലോങ്ങിൽ. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് പ്രൈസ് ഫിക്സ് അല്ല, നമുക്ക് വർക്ക് കഴിഞ്ഞ അപ്രോക്സിമേറ്റ് വില 20 ലക്ഷം നമുക്ക് വരും. ഏകദേശം മാറ്റം ഉണ്ടാവും. NOC ഏകദേശ വിലയാണ്, ഫൈനൽ ആയിട്ടില്ല. അതും നിങ്ങൾക്ക് 2016 സിംഗിൾ ഓണർ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ബെൻസിന്റെ പഴയ രാജാവ് അല്ലേ? ഏറ്റവും പഴയതല്ല, 2015 ഉണ്ട്. S ക്ലാസ് ആണ്, S350 അല്ലേ? S350 അല്ല, ഇപ്പം മാറിയല്ലോ, രാജാവ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഇത് മാറി വേറെ വന്നല്ലോ. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2015 ആണ്. ഇപ്പൊ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണ RTO രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാം ക്ലിയർ ആയ വണ്ടിയാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് കണ്ടമാനുണ്ട്. ഇനി അതിപ്പോ എങ്ങനെ പറയാനുള്ളതാണ്. ഫീച്ചേഴ്സ് പറയണ്ട, നമുക്ക് തന്നെ കൺഫ്യൂഷൻ അല്ലേ? എന്ത് പറയാനാ, S ക്ലാസ് ഒന്നും പറയാനില്ല. ഓക്കെ. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഇത് ഓട്ടോ കാണിക്കുന്നതല്ല, 46,000 ജെന്യൂൻ കിലോമീറ്റർ. ഇപ്പൊ ഒരാഴ്ച മുന്നേ പിടിച്ച് മോട്ടോഴ്സിന്ന് ഫുൾ സർവീസ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ ആരും റഫ്യൂസ് ഉപയോഗിക്കില്ല. ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. സിഗ്നേച്ചർ എല്ലാം ഓൾ ഒറിജിനൽ വണ്ടി. ബട്ടൺ സ്റ്റാർട്ട്, ഇതിന്റെ മീറ്റർ കൺസോളൊക്കെ വലിയ LCD ഒക്കെ വരുന്ന ടൈപ്പാണ്, പഴയ ടൈപ്പ് അല്ലത്. നിങ്ങൾ ഇന്ത്യയിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയോ 2015. ഇത് ഓണർഷിപ്പ് എത്ര? ഇപ്പോൾ ഓണർഷിപ്പ് തേർഡായി. എത്ര കൊടുക്കുക ഇത് നമുക്ക്? ഇത് നമുക്ക് 38 ആണ് ആസ്കിങ്. 38,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു S ക്ലാസ് ബെൻസ് കൊണ്ടുപോകാം. 2015 മോഡൽ, 45,000 കിലോമീറ്റർ ഓടിയ വണ്ടി, കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇത് നിങ്ങളൊന്നും ചെയ്യാനില്ല അല്ലേ? ഒരു പൈസ ഇതിൻ്റെ മുകളിൽ അഡീഷണൽ കയറ്റണ്ട. NOC പ്രൈസ് അല്ല, കേരള നമ്പർ ആയി. ലോണ് ചാൻസ് ഉണ്ടോ ഇതിന്? ഉണ്ട്, കിട്ടുന്നുണ്ട്. എത്ര വരെ ഉണ്ടോ? ചെയ്യുന്നില്ല അല്ലേ? നിങ്ങൾ കസ്റ്റമേഴ്സ് നോക്കിയിട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് വരാം. ഇവർ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ബെൻസ് തന്നെ. നമ്മളിപ്പോൾ കണ്ടതിലേക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് അല്ല, ബെൻസാന്ന് പറയാം. ഈ 250 ആണ് ന്യൂ ഷേപ്പ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പുതിയ ഷേപ്പാണിത്.
എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 E250 ഓക്കെ. CDI ഡീസലാണ്. ആ പനോരമിക് റൂഫ് വരുന്നുണ്ട്. ആകെ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹാൻഡ് ഗിയർ, പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്, എല്ലാ ഓപ്ഷനും. ഓക്കെ. പെഡൽ ഷിഫ്റ്റ്, ഹാൻഡ് ഗിയർ ആണ് വരുന്നത്. ഇത് മറ്റേതല്ല അല്ല. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. അതെ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 13,50,000. NOC? NOC 13 ലക്ഷം. മാറണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3.5-4 ലക്ഷം, 3.5 ലക്ഷത്തിനുള്ളിൽ 3.5-4 റേഞ്ചിൽ വരും. 13,50,000 രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 2015 വണ്ടിയാണ്. പനോരമിക് റൂഫാണ്. ഇത് സിംഗിൾ റൗണ്ട് റൂഫ് വരുന്ന മോഡലുണ്ട്. വിലയിൽ കുറച്ച് താഴെ വരും. ഓക്കെ. ഓക്കെ. നോക്കാം അടുത്ത വണ്ടിയിലേക്ക്. ബെൻസ് മാറി നമ്മൾ ഓഡിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓഡി Q3 ആണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 Q3 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇത് ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ്. ഓക്കെ. അറിയാലോ. ഓക്കെ. പിന്നെ വേറെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൾ ഒറിജിനൽ പക്ക ഫുൾ സർവീസ് റെക്കോർഡ്. ഓക്കെ. ആകെ 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ സർവീസ് റെക്കോർഡ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ്. ഓക്കെ. പനോരമിക് റൂഫ് വരും. NOC എടുത്തിട്ടില്ല. എവിടെ എടുത്തിട്ടില്ല? വേണ്ടടുത്ത് എടുത്തു തരും. ഇത് S ലൈൻ ആണ് കേട്ടോ. ഈ പെഡൽ ഷിഫ്റ്റ് ഒക്കെ വരും. ഇത് രണ്ട് തരത്തിൽ S ലൈനും പ്രീമിയം ഉണ്ട്. അത് A4 വരുന്ന പോലെ തന്നെ ഇതിലുണ്ട്. പ്രീമിയം പ്ലസ് അല്ല ടോപ്പ് വരാ? അല്ല ഷിഫ്റ്റ് വരും സ്റ്റിയറിംഗിൽ. ഓക്കെ. പാഡൽ ഷിഫ്റ്റ് ഉണ്ടാവും. പിന്നെ റിവേഴ്സ് ക്യാമറ, അതൊക്കെ റിവേഴ്സ് ക്യാമറ പെഡൽ ഷിഫ്റ്റ് ആണ് S ലൈനിൽ വരിക. മറ്റേ പ്രീമിയം പ്ലസ് അത് രണ്ടും ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ അലവിലും മാറ്റം വരും. ഓക്കെ. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 11,90,000 കൊടുക്കാം. NOC ലാസ്റ്റ് 11,90,000 രൂപയ്ക്ക് ഒരു ഓഡി Q3 നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇത് മാറണമെങ്കിൽ എത്രയാവും? മാറണമെങ്കിൽ ഒരു 3 ലക്ഷം, 2.5-3 വരെ. 2.5-3 കണ്ടാൽ മതി. കണ്ടാൽ അങ്ങോട്ട് മാറാനും പറ്റും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. നല്ലൊരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഓഡി തന്നെ. ഓഡിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സെഡാൻ A3 ആണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 സെക്കൻഡ് ഓണർ ഡീസൽ വാഹനമാണ്. ഓക്കെ. ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒറിജിനൽ ആണ് വണ്ടി. നീറ്റ് വണ്ടിയാണ്. സൺ റൂഫ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു വാഹനം. അതിപ്പോ സിറ്റി ഡ്രൈവ്, ലേഡീസിനൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. മൈലേജ് ഉണ്ടാവില്ല? നല്ല മൈലേജ്. നമുക്ക് ഹൈവേയിൽ 17, ലോക്കൽ 15 ഒക്കെ കിട്ടുന്നുണ്ട്. 15. ഓക്കെ. 17 ചിലപ്പോൾ അതിന്റെ മുകളിൽ ഏകദേശം ചവിട്ടി എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ? നല്ലൊരു പവറാണ്. അത് ചെറിയ വണ്ടിയാണെന്ന് വെച്ചിട്ട് പവറിലൊരു കുറവൊന്നുമില്ല. നല്ല സേഫ്റ്റി, പവർ, മൈലേജ് എല്ലാം പ്രൗഡി എല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ മോഡലാണ്. A3 ആണ്. A4 കുറച്ചും കൂടി സൈസും കുറവായിരിക്കും. കൊണ്ടുനടക്കാനൊക്കെ ഈസി ആയിരിക്കും. കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. ബോഡിയിൽ അധികം റീപെയിന്റ് ഒന്നും കയറിയിട്ടില്ല അല്ലേ? ഓക്കെ. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 8,90,000 NOC. 8,90,000 രൂപയ്ക്ക്. 2015 അല്ലേ പറഞ്ഞത്? 15 സെക്കൻഡ് ഓണർ. നോ റീപ്ലേസ്. ഓക്കെ. ഇത് മാറണമെങ്കിൽ എത്രയോ? ഇതൊരു 2 ലക്ഷം രൂപ നമുക്ക് മാറാം. 2 lakh കണ്ടാൽ മാറുകയും ചെയ്യാം. അപ്പോൾ മൊത്തത്തിലൊരു ചെറിയ ഇവിടുത്തെ ഒരു ഹാച്ച് ബാക്ക് വണ്ടി എടുക്കുന്ന ഒരു വിലയെ വരുന്നുള്ളൂ അല്ലേ നാട്ടിലെ? ഓക്കെ. അപ്പോൾ ഇതിന് വലിയ മെയിൻ്റെനൻസ് കുറവ്. നമ്മൾ പോളോന്റെ ഒക്കെ ചില പാർട്സുകളും കാര്യങ്ങളൊക്കെ പോളോന്റെ ആണ് ഓൾമോസ്റ്റ് സ്യൂട്ടബിൾ. ആ ഒരു സെറ്റപ്പ് തന്നെ കൊണ്ടുപോകാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡീസൽ പോളോ കൊണ്ടുപോകുന്ന മെയിൻ്റെനൻസിൽ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മെർസിഡസ് ബെൻസിന്റെ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് അല്ലേ? GLA 200. ഒരു മിനി SUV എന്ന് വിളിക്കാം അല്ലേ? ഹാച്ച് ബാക്കും ആണ്, എല്ലാം കൂടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് GLA 200 D ആണ്. ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. പിന്നെ സൺ റൂഫ് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം ഹർമാൻ കർദോന്റെ ഏറ്റവും ടോപ്പാണ്. അതിൽ ബട്ടൺ സ്റ്റാർട്ട് ഇല്ല എന്നുള്ളൂ. ബട്ടൺ സ്റ്റാർട്ട് അടുത്ത വർഷം മുതലാണ് പിന്നെ വരല്. 15 ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ ഓട്ടോ എത്രയാ? ഇത് ഓട്ടോ 89. എങ്ങോട്ടെങ്കിലും NOC എടുത്തോ? ഇല്ല, കേരള രജിസ്ട്രേഷൻ ആണ്. KL 84 രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു 84. ഓക്കെ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല അല്ലേ? എടുക്കുന്ന റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈലേജ് ഉണ്ടാവില്ല ഇനി? നല്ല മൈലേജ്. C ക്ലാസ്സിന് കിട്ടുന്ന പോലെ തന്നെ ഏറെ മൈലേജ് കിട്ടും. മൈലേജിന് പേര് കേട്ടോ. ഒരു 18-19 ഷുവറാണ്. ഷുവറായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ നോക്കി കണ്ടുപിടിച്ച് അതിന്റെ മേലെ കിട്ടും അല്ലേ? ഓക്കെ. ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. എത്ര ഇനിയിപ്പോൾ? ഇത് നമ്മൾ 15,30,000. 15-30 കേരള നമ്പറായി. ഇനി നിങ്ങൾ ഒരു പൈസ ഇതിൻ്റെ മുകളിൽ അഡീഷണൽ ചിലവാക്കേണ്ട ആവശ്യമില്ല. ലോണും കിട്ടുമല്ലോ അല്ലേ? കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ലോണ് സൗകര്യം നിങ്ങൾക്ക് നോക്കാം. ലോണും കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മെർസിഡസ് ബെൻസ് C ക്ലാസ് C220D ആണ് അടുത്ത വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 C220 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വാഹനമാണ്. 15 കൊണ്ടല്ലേ? അതെ. കൂടുതൽ 15 നമ്മൾ കാണിക്കുന്നത് അല്ലേ? 15 അതെന്താ? അത് മെയിനായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിൽ നമ്മൾ 16 17 എടുക്കുമ്പോൾ ടാക്സിൽ ഓരോ 60,000 70,000 പ്ലസ് എക്സ്ട്രാ വരുന്നുണ്ട് ഓരോ വർഷം. കസ്റ്റമർക്ക് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക, പ്രശ്നമില്ല, ഇവർക്ക് വാങ്ങാം. അല്ലാത്തൊരു ഇപ്പോൾ ഒരു
എല്ലാവർക്കും 15 വണ്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ടാക്സ് കുറവ് വരും. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, റിവേഴ്സ് ക്യാം, പനോരമിക് റൂഫ് വരുന്നുണ്ട്. സെക്കൻഡ് ഓണർ, ഒരു റീപ്ലേസ് പോലും ഇല്ല. സിഗ്നേച്ചർ നല്ല വണ്ടി അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി. ഇത് 68,000. 68,000 C220D 2015 മോഡൽ. NOC എവിടെ എടുത്തിട്ടില്ലല്ലോ? ഇല്ല, NOC എടുത്തിട്ടില്ല. ഓക്കെ, എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 16,80. 16,80,000 രൂപയ്ക്ക് C220D 2015 മോഡൽ 68,000 കിലോമീറ്ററോടെ ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് മാറണമെങ്കിൽ എത്രയാവും? മാറണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 3.5-4 ലക്ഷം രൂപത്തിനുള്ളിൽ. 4 ലക്ഷത്തിനുള്ളിൽ അല്ലേ? ഇതിനും ഈ 250 അതിനൊക്കെ എങ്ങനെ മൈലേജ് ഇതിനാ കൂടുതലുണ്ടാവും? മൈലേജ് കൂടുതൽ ഇതിനാ കിട്ടും അല്ലേ? C ക്ലാസ്സിനാണ് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ BMW എത്തിക്കഴിഞ്ഞു. 320D ആണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് BMW 320D 2015-16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, ഡീസലാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, നോ റീപ്ലേസ്മെന്റ്, ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അപ്പോൾ ഒറ്റ ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പെയിന്റും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ബമ്പറിലൊക്കെ ടച്ചപ്പ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ഒറിജിനൽ. ഓക്കെ, 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്നത്. ഇത് ടോപ്പിൻ്റെ അല്ലേ? ടോപ്പിന്റെ വാഹനം എങ്ങോട്ടും NOC എടുത്തു കൊടുക്കാം നമുക്ക്, എങ്ങോട്ട് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, പിന്നെ 85,000 കിലോമീറ്റർ ഓടിയുള്ളത്. അതിൽ 2024 വരെ കമ്പനി സർവീസ്, പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി. മൈലേജ് ഉണ്ടാവില്ല? നല്ല മൈലേജ് ഉണ്ട്. എത്ര 17 വരെയൊക്കെ മൈലേജ് കിട്ടും. 17-18 പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഇതൊരു ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു കുറക്കില്ല. 11.95. 11.95 ഫൈനൽ റേറ്റ് ആണ്. NOC പ്രൈസ് ആണ് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിക്കോട്ടെ. ഈ 16 മോഡലാണ്. 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 85,000 കിലോമീറ്ററോടെ ഒരു അടിപൊളി 320 ആണ്. സാധാരണ ഇതിൻ്റെ ഡോർപേഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാറുണ്ട്. ഇത് കുറച്ചും കൂടി നീറ്റാണ് വണ്ടി കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇത് ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്രയാവും? മാറണമെങ്കിൽ നമുക്കൊരു 2.5-3 ലക്ഷത്തിനുള്ളിൽ. 3 ലക്ഷത്തിനുള്ളിൽ. ഓക്കെ, 320 തന്നെ കളർ ചേഞ്ച് വന്നു, മാത്രമല്ല ചെറിയ മാറ്റമുണ്ട് അല്ലേ? 320D തന്നെ. ഇത് BMW 320 ആണ്. ഇത് LC ആണ്. എഞ്ചിനിൽ ന്യൂ ഷേപ്പ് എഞ്ചിനാണ്. അതിൽ LC ചെറിയ എഞ്ചിനാണ്. ഭയങ്കര മൈലേജ് കൂടുതൽ. ഇത് 18 കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് ചില ആൾക്കാർക്ക്. നല്ല മൈലേജാണ്. അതുപോലെ മെയിൻ്റെനൻസ് ലോ ആണ്. മെയിൻ്റെനൻസ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോ ആണ് അല്ലേ? അതെ, വളരെ അതും നല്ല ഇതാണ്. 320 നല്ല സെഗ്മെന്റ് തന്നെയാണ്. ഓക്കെ, ഇത് LC എഞ്ചിനിൽ മാറ്റമുണ്ട്. പിന്നെ ഫേസ് ലിഫ്റ്റ്, ചെറിയൊരു ഫേസ് ലിഫ്റ്റും കൂടിയാണ്. ചെറിയ മാറ്റം, കമ്പനി ഫേസ് ലിഫ്റ്റ് ആണ്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല. സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. ഇന്റീരിയർ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷനാ? അതെ, ഫസ്റ്റ് മിഡിൽ ഓപ്ഷൻ ആണല്ലേ? ഓക്കെ, ഏതാ മോഡൽ പറഞ്ഞത്? 2016 ആണ്. ഒറിജിനൽ ആണ്. ഗ്ലാസും എല്ലാം ഒറിജിനൽ. ഓട്ടം എത്രയാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടം 62,000. 16 5-ാം മാസം വണ്ടിയാണ്. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഇതും ഫിക്സ്ഡ് റേറ്റ് ആണ്. 1 രൂപ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഒരുപാട് കൂട്ടി കുറച്ച് നമ്മൾ എല്ലാ വണ്ടികളും ചെറിയ നെഗോസിയേഷൻ ഉണ്ടാവും. വലിയ പ്രൈസ് കൂട്ടി വെക്കലില്ല. പക്ഷേ ഈ 2 വണ്ടി നമ്മൾ ഫിക്സ്ഡ് റേറ്റ്. ഇത് നമ്മൾ 10.95 കൊടുക്കുന്നത്. 10,90,000. നേരത്തെ കണ്ടത് 11.95 ആയിരുന്നു. ഇത് 10.95 കൊണ്ടുപോകാം. അതിനേക്കാൾ ഓപ്ഷൻ കുറവാണ്. സൺറൂഫൊന്നും വരുന്നില്ല. 10.95 NOC പ്രൈസ്. ഇത് മാറണമെങ്കിൽ ഒരു 2.5-3 കാണേണ്ടി വരും. 2.5 വരെ കണ്ടാൽ മതി. 2.5 വരെ ഓപ്ഷനിൽ കുറവായതുകൊണ്ട് അതിനേക്കാളും വില കുറവായിരിക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു പെർഫോമൻസ് സെഡാൻ അല്ലേ? BMW 530D ആണ്. ഓക്കെ, M Sport അല്ലേ? ആരും ഒന്ന് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു S ക്ലാസ്സിലേറെ പ്രിയം ഇതിനോട്, സത്യം പറഞ്ഞാല്. അത്രയും BMW പൊതുവെ ഒരു ഡ്രൈവേഴ്സ് കാർ ആണല്ലോ അല്ലേ? 530 എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 530D 2016 ആണ്. ഒറിജിനൽ M Sport ആണ് കമ്പനി. നമ്മൾ ഫേസ് ലിഫ്റ്റ് പുറത്തുനിന്ന് ചെയ്യുന്നതല്ല. സ്റ്റാറിംഗ് ഉൾപ്പെടെ പുതിയ സ്റ്റാറിംഗ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരും. ഓക്കെ, പിന്നെ ആകെ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 2015-25 കൂടി സർവീസ് കഴിഞ്ഞു. 71,000 മാത്രം ഓടിയല്ല. 2016 മോഡൽ M Sport 530. പിന്നെ ഇതിന് പ്രത്യേകത സോഫ്റ്റ് ക്ലോസും കൂടിയാണ്. ഡോറ് സോഫ്റ്റ് ക്ലോസ് ആണ്. അത് വളരെ റയർ ആയിട്ടുള്ളൂ. ജസ്റ്റ് വെച്ചു കൊടുത്താൽ ടക്ക് എന്ന് പറഞ്ഞാൽ അടഞ്ഞു. ഓക്കെ, ഗൂഗിൾ മാപ്പ് കാര്യം എല്ലാം വരും. വലിയ സ്ക്രീനാണ്. മാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹർമാൻ കർദോൻ മ്യൂസിക് സിസ്റ്റം. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. നല്ല ടയർ, പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി പോയിട്ടുണ്ട്. ഒന്ന് ടച്ചപ്പ് ചെയ്യാനുണ്ട്, ഒന്ന് ഫിനിഷിംഗ് ആക്കാനുണ്ട്. ബമ്പറിലൊക്കെ ചെറിയ ജസ്റ്റ് കാണിക്കാൻ ചെയ്തിട്ടില്ലല്ലേ? വർക്ക് എടുത്തിട്ടില്ല. ടച്ചപ്പ് വർക്ക് എടുത്തിട്ടില്ല. നല്ല പോളിഷ് അടിച്ച് നല്ല ക്ലീൻ ആക്കി തരും. നമ്മളിപ്പോൾ ഇതിന്റെ അടിയിൽ ഒരുപാട് എണ്ണം 530 കിട്ടും. ഇനി ഒരു വൈറ്റ് വരാനുണ്ട്. 530 കുറെ കിട്ടിയിട്ടുണ്ട്. 530 നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. 520 ഉണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മൾ സെയിൽ ചെയ്ത് വീഡിയോയില് കാണിക്കാൻ പറ്റില്ല. ഇന്നലെ 520 ഇപ്പൊ പറഞ്ഞ പോലെ വിളിച്ചാലും കിട്ടുമല്ലോ സാധനം. 520 ഇനി വരുന്നുണ്ട്. 530 വരാനുണ്ട്. എന്നോട് ഇന്നൊരാൾ പെരുമ്പാവൂരിന്ന് വിളിച്ചു വെച്ചിരുന്നു ഒരു പഴയ റൗണ്ട് ലൈറ്റ് ബെൻസ് കിട്ടുമോ ഡീസൽ. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അത് ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ എന്നൊന്ന് അറിയിക്കണേ. ഓക്കെ, ഞാൻ ചെയ്യുന്ന എവിടെയില്ല. അതുകൊണ്ടാ.
ഇത് നമുക്ക് എത്ര കൊടുക്കാം? അപ്പോൾ ഇത് നമുക്ക് ഓൾമോസ്റ്റ് റേറ്റ് പറയാം, ഫിക്സ്ഡ്, കാരണം അത് വർക്ക് കഴിയാത്തതുകൊണ്ട് ഒരു 19.5 ലക്ഷം NOC വരും. ഓക്കെ, ഫൈനൽ റേറ്റ് അല്ല അത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവും അല്ലേ, വർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 19,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 530D 2016 മോഡൽ വാഹനം കൊണ്ടുപോകാം. പക്ക ജെനുവിൻ സർവീസ് പോയ വണ്ടിയാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്രയാവും? മാറണമെങ്കിൽ നമുക്കിപ്പം ഇപ്പോൾ ഒരു നമ്മളൊരു കുറച്ച് ഒരാഴ്ച പിന്നെ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 5 ലക്ഷം രൂപ 5.5 വരും എന്നാണ്. പിന്നെ അത് ഇപ്പം ഇന്നലെ ഒരു കസ്റ്റമർ ഇതിൽ പറയുകയാണ്, കസ്റ്റമർ വിളിച്ചിട്ട് ടാക്സി ചെറിയൊരു വേരിയേഷൻ പറഞ്ഞിട്ട് നമ്മൾ വിളിച്ച് കുറേ ചൂടായി. അത് നമ്മൾ ഏകദേശം പറയുന്നത് അതൊന്നും ഉറപ്പില്ല, അത് അങ്ങനെ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള കസ്റ്റമേഴ്സും ചെറിയ അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. നമുക്കിപ്പോൾ നമ്മളല്ലല്ലോ ടാക്സ് എടുക്കുന്നത്, ഗവൺമെന്റിക്ക് പോകുന്നതാണ്, നമ്മൾ അപ്രോക്സിമേറ്റ് പറയുന്നത്. അതെ അതെ, ഇതൊക്കെ ഏകദേശ കണക്കാണ്, നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ നമ്മളോട് ചൂടായിട്ട് കാര്യമില്ല. ഇനി കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് അവരൊന്നും അന്വേഷിച്ചോടെ ടാക്സ് എത്ര വരുന്നു, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചാടി എടുക്കണ്ട. ഓക്കെ, അന്വേഷിച്ചെടുത്തോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. 3 ഹോണ്ട വണ്ടികൾ, അതിൽ 2 സിവിക്ക്, ഒരു എക്കോഡ് അല്ലേ. നമുക്ക് എക്കോഡിൽ തുടങ്ങാം ആദ്യം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 ആണ്. 2012 സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ, സാധാരണ സൺറൂഫ് ഇല്ലാത്ത നമ്മുടെ വണ്ടിയാണ് കൂടുതലും ഇവിടെ കാണുന്നത്. ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്നത്. ഇത് ഒറിജിനൽ സൺറൂഫ് ആട്ടോ, കയറ്റിയതല്ല. പെട്രോൾ ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നല്ല ഇന്റീരിയർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അഡീഷണലായിട്ട്. പിന്നെ അവിടെ ഡൽഹിയിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ നമ്മൾ സ്റ്റിക്കർ റിമൂവ് ആകാൻ മറന്നു പോയതാണ്. ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ച വണ്ടിയാണ്. ഹോണ്ടയുടെ ഒരു പ്രീമിയം കാറ്റഗറിയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വണ്ടിയാണ്. നല്ല സുഖം, നല്ല സുഖമാണ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? 16ഓളം കിട്ടുന്നുണ്ട് നമുക്ക്. 16 CNG കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നല്ലൊരു പ്രീമിയം കാറ്റഗറി വണ്ടി അല്ലേ? എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് അല്ല. സൺറൂഫ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാം ഫുൾ ഓപ്പൺ സൺറൂഫ്, എല്ലാ ഭാഗങ്ങളും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 3.45 NOC 3,45,000 രൂപയ്ക്ക് ഹോണ്ട എക്കോഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ നമുക്കൊരു 50 to 60,000 രൂപ ആണ് അല്ലേ? ഓക്കെ, അത്രയും കണ്ടാൽ മതി, നിങ്ങൾക്കൊരു എക്കോഡ് സ്വന്തം. CNG ചെയ്ത എക്കോഡാണ്, മൈലേജും കിട്ടും. CNG ആഡ് ഓൺ ചെയ്യാൻ എനിക്ക് 60,000-70,000 രൂപേൻ്റെ അടുത്ത് ചിലവുണ്ട്. അതും ലാഭമായി അല്ലേ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതാ സിവിക്കിലേക്ക് വരാം നമുക്ക്. സിവിക്ക് ഏതാ മോഡൽ? 2011 ആണ്. 11 മോഡൽ സിവിക് മാനുവൽ. ഇതൊക്കെ എല്ലാം മാനുവലാണ്, എല്ലാം പെട്രോളാണ്. പിന്നെ ഇതിൽ രണ്ടിലും അതിൽ സൺറൂഫ് ഉണ്ട്, ഇതിൽ സൺറൂഫ് ഇല്ല. ഓക്കെ, ബാക്കി ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മിഡിൽ ഓപ്ഷൻ ഇത്? അതെ അതെ, മിഡിൽ ഓപ്ഷൻ. ഓക്കെ, മോഡൽ 2011, 2nd ഓണർ, പെട്രോൾ, മാനുവൽ. എത്ര കൊടുക്കാത്? ഇത് നമുക്ക് 2.95 NOC പ്രൈസ് 2.95 സിവിക്ക് പെട്രോൾ കൊണ്ടുപോകാം. ഹോണ്ട പെട്രോൾ എഞ്ചിനാണ്, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നും. എഞ്ചിനും കാര്യങ്ങളൊക്കെ ടയോട്ടൻ്റെ പോലെ തന്നെ നമുക്ക് ലൈഫ് കിട്ടും, ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ എഞ്ചിനാണ് ഹോണ്ടയും ടൊയോട്ടയൊക്കെ. അപ്പോൾ മാറണമെങ്കിൽ ഇത് മാറാൻ നമുക്ക് ഏകദേശം ഒരു 40,000-45,000 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ അല്ലേ. അടുത്തതാ വീണ്ടും ഒരു സിവിക്ക്, സൺറൂഫ് വരുന്ന ഒരു സിവിക്കാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2011 ലാസ്റ്റ് 12 രജിസ്ട്രേഷനാണ് വണ്ടി. പിന്നെ അതിൽ മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, ഒന്നും മാറിയിട്ടില്ല. സൺറൂഫ് വരുന്നതാണ്, സൺറൂഫ് വരുന്ന വേരിയന്റ് ആണ്. ഈ ചിലർ കമ്പയർ ചെയ്യുന്ന വില സൺറൂഫ് ഇല്ലാത്തതിനായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ തന്നെ ഇത് 260-290 കൊടുത്തിട്ടുണ്ട് സൺറൂഫ് ഇല്ലാത്തത് NOC. അപ്പോൾ ഇതിന് ചെറിയ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, സൺറൂഫ് ഉള്ളതുകൊണ്ട് വിലയിൽ വ്യത്യാസം എന്ന് പറയാം. പിന്നെ 2nd ഓണർഷിപ്പിൽ 3rd ഓണർഷിപ്പാണ്, എല്ലാം നല്ല ക്വാളിറ്റി തന്നെയുള്ളത്. എല്ലാം പിന്നെ ടച്ചപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3.35 ലാസ്റ്റ് കൊടുക്കാം NOC. 3,35,000 രൂപയ്ക്ക് 2011 സൺറൂഫ് വരുന്ന ഈ ഒരു വാഹനം സിവിക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. NOC പ്രൈസാണ്. ഇത് മാറണമെങ്കിൽ ഒരു 45 രൂപ ഏകദേശം കാണേണ്ടി വരും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മാറാം. അപ്പോൾ വലുത് മാത്രമല്ല, ചെറിയ വണ്ടിയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ ഞാൻ പുറത്തേ പറഞ്ഞതാണ് ചെറുത് വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ അറവങ്കരയാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ നിയമമൊക്കെ മാറി വരികയാണ്. ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വണ്ടി കിട്ടാത്തൊരു കേരള ഇതിന് കൂടുന്ന വെച്ചാൽ കേരളത്തിലും വില, കേരളത്തിലുള്ളൊരു പ്രശ്നം കേരള വണ്ടിക്ക് കൂടും, സ്വാഭാവികമായിട്ടും കൂടും. മൊത്തത്തിലൊരു മാർക്കറ്റ് ചേഞ്ച് വരാൻ പോകാൻ തോന്നുന്നു. അങ്ങനെ ഒരു നിയമം നടപ്പിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായാലും മാറ്റം വരും. ഓക്കെ,
അപ്പോൾ അതിന് മുന്നേ എടുത്തോളൂ അല്ലേ പോട്ടെ, റിസ്ക് എടുക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തണം, മാക്സിമം ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ അജ്മൽ ബായ്, താങ്ക് യു, എല്ലാവർക്കും നന്ദി.